കരയാതെ മാഡം. മാഡത്തിന്റെ ഈ സങ്കടവും വിഷമവും ഒക്കെ കാണുമ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു കുറ്റബോധ. മാഡം ഇവിടെ ഇതൊന്നും കണ്ടിട്ടില്ല. അംബിക മാഡം അവിടെ മാഡത്തോട് വഴക്കിട്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ ആശ്വസിപ്പിക്കാൻ യാമിനി മാഡവും അപ്പുവും ശേഖരൻ സാറും ഒക്കെ ഉണ്ടാവും. രാധമ്മയ്ക്ക് പണ്ടെന്നെ ജീവനായിരുന്നു. ആ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞില്ലേ മാഡം? ആ രമ്യയും രുക്മിണി ആന്റിയും കൂടെ അമ്മയുടെ മനസ്സ് മാറ്റിക്കളഞ്ഞോ? അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ലായിരുന്നോ? എനിക്ക് സങ്കടമില്ല രാജു. മാഡത്തിന് സങ്കടമില്ലെന്ന് പറഞ്ഞാ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മാഡത്തിന്റെ മനസ്സ് കല്ലൊന്നും അല്ലല്ലോ. ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാനൊരു മരപ്പാവയെ പോലെ നടന്നത് മാഡം. യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഒരുത്തിനെ പോലെ. മറ്റുള്ളവരുടെ നോട്ടത്തില് ഞാനൊരു ഫൂളാ. രാജു, ഇവൻ എന്തൊരു മനുഷ്യനെന്ന് മറ്റുള്ളവര് ചിന്തിച്ചേക്കാം. പ്രേമിച്ചതും കല്യാണം കഴിച്ചതും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ, അതും നല്ലവരില് നല്ലവനായ ഒരു മന്ത്രിയുടെ ഏക മകള്. എല്ലാ സൗഭാഗ്യങ്ങളും. എന്നിട്ടും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പ്രേമിക്കാനോ ഉള്ളു തുറന്ന് സ്നേഹിക്കാനോ പറ്റുന്നില്ല. എന്നാ പ്രേമിക്കുന്നവർക്കും കല്യാണം കഴിക്കുന്നവർക്കും ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിച്ചേക്കാം. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എനിക്ക് പ്രേമം എന്താണെന്ന് അറിയില്ല. കാരണം എന്റെ ചുറ്റുപാടുകള് ഇതാണ്. ഒരുപക്ഷെ ഞാനൊരു സൈക്കോയോ മെന്റൽ പേഷ്യന്റോ ഒക്കെ ആയിരിക്കാം. എന്ത് ചെയ്യാം? എന്റെ സ്ഥിതി ഇതായിപ്പോയി. ഞാൻ കരഞ്ഞതൊന്നും ഒരു പ്രശ്നമാക്കണ്ട രാജു. കേട്ടപ്പോ കരഞ്ഞുപോയി. വിട്ടേക്ക്. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, രാധമ്മയോട് പിണങ്ങരുത്. അമ്മ അങ്ങനെ പറഞ്ഞതിന് ഞാൻ മാഡത്തോട് ക്ഷമ ചോദിക്കുന്നു. സോറി മാഡം. എന്താ രാജു ഇത്?